ഹലോ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ നിന്ന് കണവ കിട്ടിയാട്ടോ. അപ്പോൾ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. കണവ തോരനും റോസ്റ്റും ഒക്കെ വയ്ക്കാറുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടം തോരൻ വയ്ക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കണവത്തോരനാണ്. അപ്പോൾ ഞങ്ങളുടെ രീതിക്ക് അല്ല, അമ്മയുടെ രീതിക്ക് എങ്ങനെയാണ് തോരൻ വയ്ക്കുന്നതെന്ന് നിങ്ങളെ കൂടി കാണിക്കാമേ. എപ്പോഴത്തെയും പോലെ എന്താ, പാത്രം വയ്ക്കുക, കടുക് വറുക്കുക, കടുകും വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കടുക് വറുക്കാം. ഇവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, സവാള എടുക്കുന്നില്ല. എപ്പോഴും നമുക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇതേപോലെ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി ഒന്ന് അടച്ചു വെച്ചൊന്ന് ഇടയ്ക്ക് തുറന്നു കൊടുത്തൊന്ന് വഴറ്റിയാൽ മതി. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ആയിക്കോളും. ഈ പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിലൊരു അഡീഷണൽ ആയിട്ട് ഒരു വെള്ളവും ചേർക്കുന്നില്ല. ഇതിലുള്ള വെള്ളത്തിൽ തന്നെ കിടന്ന് ഇതൊന്ന് വെന്തോട്ടെ. കണവിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരുപാട് നേരമൊന്നുമില്ല, ഒരു 10 മിനിറ്റിനകത്താവുമ്പോഴത്തേക്ക് ഈ കണവ വെന്ത് കിട്ടും. ഈ കണവത ഇതേപോലെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലാവശ്യമായിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അരമുറി തേങ്ങയും ചിരകിയ തേങ്ങയും ഒരു കഷ്ണം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇതിൽ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടി തോരത്തിന് ആവശ്യമായിട്ടുള്ള രീതിക്ക് ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകരുത്. ഈ വെന്ത കണവിലോട്ട് ഈ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് ഓൾറെഡി ഈ കണവ വെന്തതാണ്. ഈ വെള്ളമൊക്കെ നല്ല രീതിക്കൊന്ന് മിക്സായി വരട്ടെ. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് വെള്ളം വറ്റി വരേണ്ട താമസം മാത്രമേ ഉള്ളൂ. നമ്മുടെ തോരൻ റെഡിയാണ്. പിന്നെ നമുക്ക് ഉപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡീഷണലായി ചേർക്കാം. ചാനൽ ഇഷ്ടപ്പെട്ട, റെസിപ്പി ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ.